ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും കാസ ഹെന്നയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു പെയിൻറ്റിങ് ചെയ്താലോ? ഇത് മെഹന്തി ഇടാൻ അറിയാവുന്ന എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അത്ര പാടൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ക്യാൻവാസ് വേണം, പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സുള്ള മൾട്ടിപ്പിൾ കളർ അക്രിലിക് കോൺസ് വേണം, പിന്നെ സ്റ്റോൺസ് വേണം, പിന്നെ കുറച്ച് സ്മോൾ ഫ്ലവേഴ്സും കൂടി വേണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ? അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്യാൻവാസ് ഒരു സ്ക്വയർ ക്യാൻവാസാണ്. ഒരു 25 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി നീളവും. ഇനി നമുക്ക് ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ക്യാൻവാസ് ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്നതാണ്, അപ്പം പെയിൻറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും നമുക്ക് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റാണ് ഞാനിവിടെ കൊടുക്കുന്നത്. 2 കോട്ടിങ് ഏകദേശം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്യാം. പിന്നെ അത് ഡ്രൈ ആക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഹെയർ ഡ്രയർ വെച്ചിട്ട് പെട്ടെന്നൊന്ന് ഡ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം ഇങ്ങനത്തെ സ്ട്രൈപ്സ് ചെറുതായിട്ടൊന്ന് കൊടുത്തു, ബ്രിക്ക് റെഡ് കളർ വെച്ചിട്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി വേണ്ടത് ഇതേപോലത്തെ അക്രിലിക് കോൺസ് വേണം. അത് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഞാൻ മെഹന്തി കോൺ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം ഇടാം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇതേപോലത്തെ മൾട്ടിപ്പിൾ കളർ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയാലോ? ഡിസൈനൊന്നും എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല എന്ത് ഡിസൈനാണ് ചെയ്യുന്നതെന്നൊന്നും. മൈൻഡിൽ വരുന്നത് ഇങ്ങനെ ഓരോന്ന് വരച്ച് പോവുകയാണ്. അപ്പോൾ എന്താവും നോക്കാം ലാസ്റ്റ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന അക്രിലിക് കോണ് നമ്മൾ മെഹന്തി കോൺ പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ചില പെയിൻറ്റ് നമ്മളെ പണി പറ്റിക്കും, കാരണം ചിലത് കുറച്ച് വാട്ടറി ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡിസൈനൊക്കെ വരച്ചെടുക്കാൻ പറ്റും ഇതുകൊണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലോ ആയിട്ട് കാണിക്കുകയാണ് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ട്. ഇനി നമുക്ക് ഫാസ്റ്റ് മോഡിലിടാം, അല്ലെങ്കിൽ ഇത് കുറേ ടൈം എടുക്കും ഇത് ചെയ്തെടുക്കാൻ. കാരണം ഞാനിവിടെ മൾട്ടിപ്പിൾ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്ന് മാറി യൂസ് ചെയ്ത് വരുമ്പോൾ നല്ല സമയം എടുക്കും. ഏകദേശം ഒരു 3-4 മണിക്കൂറോളം എടുത്തു എനിക്കിത് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഡ്രൈ ആവാനും അതിൻ്റെയൊക്കെ ഉള്ളൊരു ടൈമൊക്കെ വെച്ചിട്ട് ഒരു 3.5-4 മണിക്കൂറോളം എടുത്തു ഇത് ഫുൾ ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എങ്ങനെയുണ്ടെന്ന്.
അത് കഴിഞ്ഞ് ഇതേപോലത്തെ ചെറിയ ഫ്ലവേഴ്സ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ ഈ പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ക്ലോസ് ആയിട്ട് കാണിക്കാം. ഇത് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും അധികം അങ്ങനെ കണ്ടിട്ടില്ല ആരും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി ഗിഫ്റ്റൊക്കെ ആയിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ പെയിൻറ്റിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ ഒരു 2 മിനിറ്റെങ്കിലും ഒരു വീഡിയോ കാണണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.